മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി എസ് ആവണിയുടെ ഒരൊറ്റ ഫോൺ കോളിൽ ടിപ്പു സുൽത്താന്റെ വെടിമരുന്നറ ചരിത്ര സ്മാരകമായി ഉയർത്തെഴുന്നേറ്റു. സംസ്ഥാനതല ശാസ്ത്രമേളയിൽ സാമൂഹ്യശാസ്ത്ര ചരിത്ര രചനയിൽ പങ്കെടുക്കുന്നതിനായി മാനന്തവാടിയുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് ടിപ്പുവിന്റെ വെടിമരുന്നറ കാടുമൂടി നശിച്ചത് കണ്ടത്. മുഖ്യമന്ത്രിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിച്ച ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെത്തി ആ വെടിമരുന്നറയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നു എന്നതാണ് അതിന്റെ വാർത്ത. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ വിദ്യാർത്ഥിനിയുടെ ഒരൊറ്റ ഫോൺ കോളിലൂടെ. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഒന്ന് മുഖ്യമന്ത്രിയുടെ ആ ടോൾ ഫ്രീ നമ്പറിന്റെ ആ സംവിധാനത്തിന്റെ ഇടപെടൽ, മറ്റൊന്ന് ആ മിടുക്കിക്കുട്ടിയുടെ സാമൂഹ്യ ബോധ്യം. നമ്മുടെ നാട് കടന്നു വന്ന വഴികൾ, അതിന്റെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ടതാണ് എന്ന ആ കുട്ടിയുടെ ഉത്തരവാദിത്വം, അതാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആവണി, ആ മിടുക്കിക്കുട്ടിക്ക് ബിഗ് സല്യൂട്ട്. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്ററിലെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോൾ ആവണിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. തിരിച്ചൊരു മറുപടി ലഭിക്കുമെന്നും മാത്രമല്ല അതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്നും. മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി എസ് ആവണി വലിയ സന്തോഷത്തിലാണ്. ജില്ലാ സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ ആവണി സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിരുന്നു വീടിനടുത്തുള്ള ടിപ്പുവിന്റെ മരുന്നറയിലെത്തിയത്. അവിടെ ആവണി കണ്ട കാഴ്ച നിരാശപ്പെടുത്തുന്നതായിരുന്നു. കാടുമൂടി കിടക്കുന്ന ടിപ്പുവിന്റെ മരുന്നറ, ഏകദേശം അത് നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിരുന്നു. 1800425678 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ആവണി വിളിച്ചു. എന്നാൽ ആ ഫോൺ കോൾ സ്വീകരിക്കുമെന്നോ പരാതി അന്വേഷിക്കുമെന്നോ പരാതി പരിഗണിക്കുമെന്നോ ആവണിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പരാതി വിശദമായി കേട്ട ഉദ്യോഗസ്ഥർ അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കും എന്ന് ഉറപ്പു നൽകിയിട്ടും വലിയ ഉറപ്പൊന്നും ആവണിക്കുണ്ടായിരുന്നില്ല. പിന്നീട് സംസ്ഥാന പുരാവസ്തു വകുപ്പിൽ നിന്ന് വിളിച്ച് പരാതിയുടെ വിശദാംശം ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആവണിക്ക് വിശ്വാസം വന്നത്. ഞാൻ ചരിത്രരചന, പ്രാദേശിക ചരിത്രരചന എന്ന് പറയുന്നൊരു മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് സന്ദർശിച്ചത്. അപ്പാണ് ഇത് സംരക്ഷിക്കുന്നില്ല അങ്ങനെയൊക്കെ കിടന്നു. ഞാനൊരു 2 കൊല്ലം മുമ്പേ ഞാനിത് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കാടുമൂടി കിടക്കുകയാണ് കണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇത് സംരക്ഷിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് മുഖ്യമന്ത്രിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ ഞാൻ വിളിച്ചത്. അവർ എന്നോട് സ്ഥലവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നപോലെ കാടുമൂടി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ എന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തു. എൻ്റെ നമ്പറിലോട്ട് എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ പുരാവസ്തു വകുപ്പ് എന്നാന്നും പറഞ്ഞു. ചരിത്ര സ്മാരകവും ചുറ്റുപാടും ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കുകയായിരുന്നു. തൻ്റെ ഒറ്റ ഫോൺ കോളിൽ ഒരു പ്രദേശമാകെ വൃത്തിയായതിൻ്റെയും ടിപ്പുവിൻ്റെ ചരിത്ര സ്മാരകം ഇത്രയേറെ പരിഗണനയോടെ പുരാവസ്തു വകുപ്പ് പരിഗണിച്ചതും ആവണിക്ക് ഏറെ സന്തോഷം നൽകുന്നു. കൈരളി ന്യൂസ്, വയനാട്.